ഒരുപാട് പേരുണ്ട്. ഒരുപാട് അതെ, ഒത്തിരി പേരുണ്ട്. അതിൽ പിന്നെ എടുത്തു പറയാനുള്ളത് നമ്മുടെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ഹരി പി നായരാണ്. എനിക്ക് ആദ്യമായിട്ട് ഞാനൊരു TV പ്ലാറ്റ്ഫോമിൽ ഇൻഡിവിജ്വലായിട്ട് കുറച്ച് പേര് അറിഞ്ഞത്, അത് അദ്ദേഹത്തിനോട് നന്ദി പറയണം. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ടത് ബൈജു മേല്ല സാറ്. പിന്നെ സിനിമയിൽ എടുത്തു പറയേണ്ടത് പിന്നെ അനൂപ് മേനോൻ. അദ്ദേഹമാണ് ഒരു സിനിമയിൽ ഒരു നല്ലൊരു ക്യാരക്ടർ എനിക്ക് ആദ്യമായിട്ട് തോന്നുന്നത് അനൂപേട്ടനാണ്. ഏത് ചിത്രമായിരുന്നു? അത് ഹോട്ടൽ കാലിഫോർണിയ. ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ സിനിമയിലാണോ? അല്ല, വേറെ പടം ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ശ്രദ്ധിച്ചില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് ഭയങ്കര ഒരു സംഭവമുണ്ട്. എനിക്ക് പിന്നെ ആദ്യമായിട്ട് ഒരു കുറച്ച് ദിവസം ഷൂട്ടിന് കിട്ടിയൊരു പടമാണ് ഹോട്ടൽ കാലിഫോർണിയ. 8 ദിവസം എനിക്ക് ഡേറ്റ് തന്നിട്ടുണ്ട് ആ പടത്തിലേക്ക്. അതുപോലെ 8 ദിവസം ഈ ഷൂട്ട് നടക്കുന്നത് എറണാകുളത്ത്, 8 ദിവസം സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട്, അത് ട്രിവാൻഡ്രത്ത്. അതുപോലെ വേറൊരു കോമഡി പരിപാടിയുടെ സെമി ഫൈനൽ നടക്കുന്ന ടൈമായിരുന്നു. അപ്പം ഡെയിലി സ്റ്റേജ് ഷോ ഉണ്ട്, 2 പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഡെയിലി ഷൂട്ടുണ്ട് 8 ദിവസം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അതുപോലെ ചേട്ടാ ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട്, ഷൂട്ടും ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ചെയ്യും, രാവിലെ 6 മണിക്ക് വരണം, എന്നൊരു 6 മണിയാകുമ്പോൾ വൈകുന്നേരം വിടാം. ഇവിടെ നിന്ന് ഓടി എനിക്ക് അടുത്ത പ്രോഗ്രാമിന് വേണം. അപ്പം രാവിലെ പിന്നെ ഷൂട്ട് കഴിയും, വൈകുന്നേരം ഇവിടുന്ന് വിടും, പ്രോഗ്രാം കഴിയും, അത് കഴിഞ്ഞ് വീണ്ടും എറണാകുളത്ത് വരും. ഇങ്ങനെ ഇത്രയും ദിവസം പോകണം. അപ്പം ഞാൻ ആദ്യമായിട്ട് എനിക്ക് പിന്നെ ആദ്യമായിട്ട് ആക്സിഡൻ്റ് അല്ല, ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് എൻ്റെ കാലിൽ സ്റ്റീൽ ഇട്ടേക്കാണ്. മറ്റേ പ്രോഗ്രാമിൻ്റെ സെമി ഫൈനൽ അന്ന് എനിക്ക് പ്രോഗ്രാമും ഉണ്ട്. അതോ എന്നെ സ്റ്റീൽ ഇട്ടതുകൊണ്ട് നമ്മുടെ അനശ്വരനായ മുരളിച്ചേട്ടൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കാരിരമ്പിന്റെ കരുത്തുള്ള നടൻ എന്നിവനെ പറ്റി മാത്രമേ നാട്ടുകാർ പറയാറുള്ളൂ. അല്ല, അപ്പോൾ അങ്ങനെ ഈ കാലിൽ സ്റ്റീൽ ഇട്ടേക്കുന്നത്. അപ്പോൾ സീനെന്ന് പറയുന്നത് വലിയൊരു സിനിമയാണ്, ജയസൂര്യ നായകനാണ്, അനൂപേട്ട എല്ലാവരും ഉണ്ട്. സീനെന്ന് പറയുന്നത് ഓടണം. ഈ ഓടണം എന്ന് പറഞ്ഞപ്പോൾ രാവിലെ മുതൽ ട്രൂപ്പിൻ്റെ മുതലാളി വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഒരു പ്രഷർ. രണ്ടാമത് ഈ ഷൂട്ടിന് ചെല്ലണം, അന്ന് ആ സെമി ഫൈനൽ കിടക്കണം, അന്ന് പോകാൻ പറ്റില്ല, അവർ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ ടെൻഷൻ. പിന്നെ എൻ്റെ അടുത്ത് ഓടാൻ പറഞ്ഞ ടെൻഷൻ. ഈ ഓടാൻ പറഞ്ഞ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ് കഴിഞ്ഞ് കമ്പി ഇട്ടതിന് ശേഷം ആദ്യമായിട്ട് ഞാൻ ഓടുകയാണ്. ഈ ടെൻഷനുണ്ട്, ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കണം, എല്ലാ സ്ഥലത്തും പ്രഷർ, ഓടുകയും വേണം, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പം ഇട്ടേക്കുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ സ്വാമിയുടെ ഡ്രസ്സാണ്. സ്വാമി അയ്യപ്പന്മാർ, കർണാടകയിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാർ, ഫുള്ള് കറുപ്പും ഭസ്മം, രുദ്രാക്ഷം, മാല, ഇതെല്ലാം ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. തൃപ്പൂണിത്തുറ ഷൂട്ട്. ഈ ഓടാൻ പറഞ്ഞ് ആക്ഷൻ പറഞ്ഞ് ഞാൻ ഓടിയിട്ട് ഈ ടെൻഷനും എല്ലാം കൊണ്ട് ഓടി ഇവിടെ സൈജു ഗ്രൂപ്പിൻ്റെ അടുത്ത് നിന്ന് സൈജു ഗ്രൂപ്പിൻ്റെ തോളിൽ കൂടെ തല ചുറ്റി ഞാനങ്ങ് വീണ്. എന്നെ ഇവിടെ നിർത്ത് തൃപ്പൂണിത്തുറ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നെയും പാറശാല ദീപോന്ന് ആട്ടിച്ചുണ്ട്. പുള്ളിയാണ് എൻ്റെ കൂട്ടിന് വരുന്നത്. ഞങ്ങൾ രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ആന്ധ്രാപ്രദേശിൽ നിന്ന് ശബരിമല വന്നവരെന്നേ പറയും. അപ്പം ഇവർ നമ്മളെവിടെ കണ്ടിട്ടുണ്ട് നേഴ്സുമാർ, ഇവർക്ക് ഒരു ഡൗട്ടുണ്ട് ഇത് ആരാണ്. പക്ഷെ ഇവർ വിചാരം ഇത് ആന്ധ്രാപ്രദേശിൽ നിന്ന് അയ്യപ്പന്മാർ തന്നെ. ഇവർ മലയാളം ഞങ്ങളുടെ സംസാരിക്കുന്നില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്, പ്രഷർ കൂടിയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ നേഴ്സ് വന്നിട്ട് മുഖത്ത് നോക്കിയിട്ട് അവർ ചോദിക്കുകയാണ്, നിങ്ങൾ ശബരിമലയിൽ പോകാൻ വന്നതാണോ അതോ ശബരിമലയിൽ പോയിട്ട് വന്നതാണോ? അപ്പോഴും സംഭവിച്ചെന്നാണ് പറഞ്ഞത്. ഇവർ ഞങ്ങളെ കണ്ട ആന്ധ്രാക്കാരെന്ന് പറഞ്ഞാൽ ഇവർ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഷൂട്ടിൻ്റെ ഇടയിൽ വന്ന് തലകറങ്ങി വീണത്. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ആ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് BP യുടെ ഗുളിക കഴിക്കാനുള്ള ലൈസൻസ് എന്ന പോലെ എനിക്ക് കിട്ടി.